ഹായ് മക്കളെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങളുടെ കൺസെപ്റ്റിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്നാണ്. കാരണം ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും പ്രെഡിക്റ്റബിൾ ആണ്. നമ്മുടെ പരിധി വിട്ടപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനും ഇതിനകത്ത് ചോദിക്കാനില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്രയും എഫേർട്ട് ഇല്ലാതെ യാതൊരു പേടിയും കൂടാതെ 13 മാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലുള്ളതായിരിക്കും എന്നൊന്ന് അനലൈസ് ചെയ്യാം. പതിവിലും വിപരീതമായിട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇത്തിരി വെറൈറ്റി ആണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം, അവർക്കത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാലോ. ഇതാണ് അതിലാദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആധുനിക സാമ്പത്തിക മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന് ഊഹിച്ചു നോക്കിയേ, നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നുള്ളത്. 2 ഓപ്ഷൻ ഞാൻ തരാം. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, 2 വെൽത്ത് മാക്സിമൈസേഷൻ. ഈ 2 കൺസെപ്റ്റും നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ആധുനിക സാമ്പത്തിക മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ് അല്ലെ. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വെൽത്ത് മാക്സിമൈസേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് 1 മാർക്കിൻ്റെതാണ്. ദ ഡിസിഷൻ ടു മാക്സിമൈസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻട്രൊഡ്യൂസിങ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് അല്ലെ. അപ്പൊ ഇതില് നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്, അതിലൂടെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ഈ കൺസെപ്റ്റിന്റെ പേര്? ഒന്ന് ഊഹിച്ചു പറഞ്ഞ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനിപ്പോ നമ്മുടെ ഫിനാൻഷ്യൽ ലീവറേജ് ആണോ അല്ലെ, ഫിനാൻഷ്യൽ ലീവറേജ് ആണോ അതോ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണോ എന്നുള്ളത്. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ശരിയാണ്, ഫിനാൻഷ്യൽ ലീവറേജും ശരിയാണ്. രണ്ടും ഒരു കൺസെപ്റ്റ് ആണ്, 2 പേരുണ്ട് എന്ന് മാത്രം. അപ്പൊ അതും സോൾവ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ 2 എണ്ണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഒന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും കളയുമ്പോൾ അത് നെറ്റ് പ്രോഫിറ്റ് ആവും. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ ഇതൊന്നും ഇൻട്രസ്റ്റും ടാക്സും കളയാത്ത പ്രോഫിറ്റിന് നമ്മൾ എന്താ വിളിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് എന്നല്ലേ. അപ്പൊ ഇവിടെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്യുവർലി അത് നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. അഥവാ ഈ പറയുന്ന ഈ കറണ്ട് അസറ്റ് ഉണ്ടല്ലോ, ഇതിനൊറ്റയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ജനറലി in trading concerns there is a time gap between sale of goods and their actual realization of cash. സാധനങ്ങൾ വിൽക്കുന്നതും അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതും തമ്മിൽ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ. കടത്തിനാണ് സാധനങ്ങൾ വിറ്റതെങ്കിലോ. ഈ ഒരു ടൈം ഗ്യാപ്പിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. ഏതാണ് ആ വേർഡ്? ഈ ഒരു ടൈം ഗ്യാപ്പിനെ അല്ലെ ട്രേഡ്, അതായത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദർ ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് ക്യാഷ്, ഈ ഒരു ടൈം ഗ്യാപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് വർക്കിംഗ്, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കതൊന്ന് ഓർത്തെടുക്കാം. 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ആദ്യം ഉള്ളത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വെറും 2 മാർക്കിനായതുകൊണ്ട് ആ 2 കൺസെപ്റ്റും എന്താണ് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ഫങ്ഷൻ ടു എസ്റ്റിമേറ്റ് ദ റിക്വയർമെന്റ്സ് ഫോർ ക്യാപിറ്റൽ വിച്ച് ദ ഓർഗനൈസേഷൻ നീഡ്. നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമുള്ള ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള എസ്റ്റിമേഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും.
2 മാർക്കിനൊക്കെ ഒരു ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതിയാവും. അതിൽ കൂടുതൽ ചോദിക്കുന്ന സമയത്താണ് കോളം ഒക്കെ വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടി വരിക. അത് കൂടുതലും പ്രിഫർ ചെയ്യുക 3 മാർക്കിന് ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്താണ്. 4 മാർക്കിന്റെ ഒരു ചോദ്യം. Capital structure refers to the combination between owners fund and borrowed fund. Do you agree? ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും കോമ്പിനേഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്തായാലും അതിനോട് എഗ്രി ചെയ്യും. ഇനി ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും 3 എണ്ണം എഴുതണം. അപ്പോൾ 1+3 ആയിരിക്കും നിങ്ങളുടെ 4 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നാമത്തെ ആൻസർ എങ്ങനെ എഴുതണം? യെസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഇനി ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ബോത്ത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ തുടങ്ങി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. തൽക്കാലം നിങ്ങളോട് 3 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതേ ചോദ്യം 5 മാർക്കിനും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സിന്റെയും ഒരു 3 സെന്റൻസ് വീതം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഓരോന്നും എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില പോയിന്റ്സ് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ചില പോയിന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല, ഉള്ളതുപോലെ എഴുതി കഴിഞ്ഞാൽ മാത്രം മതി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 4 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് he should consider for determining fixed capital requirement of a company? What are the factors one should consider for determining the fixed capital requirement of a company? നമുക്ക് എത്രത്തോളം ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 4 മാർക്കിനോ 8 മാർക്കിനോ ചോദിക്കാം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മുടെ ബിസിനസിന്റെ നേച്ചർ ഏതാണ്, നമ്മൾ എത്ര വലിപ്പത്തിലാണ് അതുള്ളത്, ലാർജ് സ്കെയിൽ ആണോ സ്മോൾ സ്കെയിൽ ആണോ, അതുപോലെ നമ്മൾ ഏത് പ്രൊഡക്ഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, ലേബർ ഇന്റൻസീവ് ആണോ അല്ലെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ, ആൻഡ് ഗ്രോത്ത് പ്രോസ്പെക്ടസ് എന്താണ്, വളരെയധികം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനി ആണോ അല്ലയോ, ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ, ഒരുപാട് പ്രൊഡക്റ്റും സർവീസസും വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സും സർവീസസും നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഇല്ലയോ, ദെൻ ടെക്നോളജി അപ്ഗ്രഡേഷൻ, ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ്, ലെവൽ ഓഫ് കൊളാബറേഷൻ, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമുക്ക് എത്രത്തോളം ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്. Every finance manager has to take 3 important financial decisions. ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ. 3 മാർക്കിന് മാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതേ ടോപ്പിക്കിൽ നിന്ന് സെപ്പറേറ്റ് 8 മാർക്കിനുള്ള ചോദ്യം വരും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് ആ 3 ഫിനാൻഷ്യൽ ഡിസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ് എത്രത്തോളം വേണം, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ്. അവിടെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ക്യാഷ് ഫ്ലോ പൊസിഷൻ, റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി തുടങ്ങിയ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. വളരെ ചെറിയ എക്സാമ്പിൾസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, കാരണം 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇനിയുള്ളത് ഫിനാൻസിങ് ഡിസിഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ എവിടെ നിന്നാണ് റേസ് ചെയ്യേണ്ടത് അല്ലെ, ഏത് സോഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. എഗെയിൻ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൂടുതലായും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും ആണ് നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇനിയുള്ളത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് നമ്മുടെ ഏർണിങ്സിന്റെ എത്ര എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര എമൗണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആൻഡ് ക്വസ്റ്റ്യൻ ഞാനിവിടെ മിസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് that affect dividend decision? അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കണം, എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതേ ചോദ്യം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ടോ ഫിനാൻസിങ് ഡിസിഷൻ ആയിട്ടോ 8 മാർക്കിന്റെ ചോദ്യമായിട്ട് വരും.
അപ്പൊ നിങ്ങൾ എന്താ എഴുതുക ആൻസർ? ഡിവിഡൻഡ് ഡിസിഷന്റെ കേസ് ആവുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഏർണിങ്സ് ഉണ്ട്, അതിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഡിവിഡൻസിന്റെ സ്റ്റെബിലിറ്റി, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ്, ടാക്സേഷൻ പോളിസി, സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്, ലീഗൽ കൺസ്ട്രെയിൻസ്, കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്, ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത് 8 മാർക്കിനാണ് ചോദ്യമെങ്കിലും. ഇതേ ചോദ്യം 5 മാർക്കിനാണെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഒരു 5 പോയിന്റ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പഠിച്ചു പോവുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.